ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാർത്തികളിക്കൂടി റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. സുധീഷ് ഫോണിലൂടെ നികേഷിനോട് പറയുന്നു, നാളെ വരാമടാ. അപ്പോൾ നികേഷ് ചോദിക്കാണ്, വരുമ്പോൾ ഏട്ടത്തി ഉണ്ടാകില്ലേ? അല്ലേട്ടാ, നാട്ടുകാരിങ്ങനെ ഓരോന്ന്. അപ്പോൾ സുധീഷ് പറയുകയാണ്, എടാ, നാട്ടുകാർ പറയുന്നതൊക്കെ എനിക്കറിയാം. നമ്മുടെ വീട്ടില് പെണ്ണ് വാഴില്ല, വന്നതിന്റെ പിറ്റേ ദിവസം തന്നെ ബാഗ് എടുത്ത് ഇറങ്ങിപ്പോയത് അതുകൊണ്ടാണ് എന്നൊക്കെയല്ലേ നികേഷ് പറയുന്നു. അതുകൊണ്ട് തിരിച്ചു വരുമ്പോഴേ നല്ല പട്ടാ പകല് നമ്മുടെ വല്യച്ഛൻ പോയിരിക്കാറുള്ള ചായക്കടയുടെ മുൻപിൽ നിർത്തി ഏട്ടത്തിയെ നാലാണ് കാണും വിധം കുറച്ചുനേരം നിന്ന് ഒരു ചായ കുടിച്ച് നല്ല സ്റ്റൈലിങ് വന്നാ മതി. കേട്ടല്ലോ, ഇന്നലെ മുതലേ ഇവിടെ എല്ലാവരും നല്ല സന്തോഷത്തിലാ. സുധീഷ് ചോദിക്കുന്നു, എടാ, വേറെന്താ നിനക്ക് പറയാനുള്ളത്? നികേഷ് പറയുകയാണ്, ഏട്ടനും ഏട്ടത്തി എത്തുമ്പോഴേ ഒരു ഉഗ്രൻ സർപ്രൈസ് വെച്ചിട്ടുണ്ട്. എന്താണെന്ന് ചോദിക്ക്. സുധീഷിനോ, സർപ്രൈസ് അല്ലേ, വരുമ്പോൾ കണ്ടോളാം. ഏട്ടത്തി അടുത്തുണ്ടോന്ന് നികേഷ് ചോദിക്കുമ്പോൾ വിഷമത്തോടുകൂടി സുധീഷ് പറയുന്നു, എടാ, ഞാൻ ആശുപത്രിയിൽ നിൽക്കുക, വിളിക്കാം. ഓക്കെ, ഞാൻ പിന്നെ വിളിക്കാന്ന് പറഞ്ഞ ഫോൺ കട്ട് ചെയ്യുകയാണ് നികേഷ്. നാളത്തെ സർപ്രൈസ് ശരിക്കും സർപ്രൈസ് ആയിരിക്കും എന്ന് പറഞ്ഞ നികേഷ് അകത്തേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ചായയുമായി നിധിയുടെ അരികിലേക്ക് വന്ന രേഖ പറയുന്നു, മോളെ, നീ ഇവിടെ എത്ര ദിവസം എന്നാലും ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അറിയാലോ, ഈ ഒരു കാരണം കൊണ്ട് സാന്ദ്രയ്ക്ക് നാളെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. നിധി പറയുന്നു, ഇല്ല ആന്റി, ഞാൻ ഇന്ന് ആശുപത്രിയിൽ പോയി അച്ഛനെ കാണും, പിന്നെ ഇങ്ങോട്ട് വരില്ല. രേഖ പറയുന്നു, അവിടെ നിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ രാജീവേട്ടൻ ദേഷ്യപ്പെടുകയാണെന്നല്ലേ പറഞ്ഞത്, പിന്നെ നീ എങ്ങനെ പോയി കാണും മോളെ? ഈ സമയം അവിടേക്ക് വരികയാണ് അരുൺ. അരുണിനെ കണ്ട് ഞെട്ടി അവിടെ വന്ന് എഴുന്നേൽക്കുകയാണ് നിധിയും രേഖയും. അരുൺ ചോദിക്കുന്നു, ഇവിടെ നിനക്കെന്താടി കാര്യം? ഇവിടെ എന്തിനാ വന്നേന്ന്? അമ്മ, ഇവളെ എന്തിനാ ഇവിടെ താമസിപ്പിച്ചേ? സാന്ദ്രയുടെ അച്ഛൻ പറയുന്നു, ഒരാള് വീട്ടിൽ വന്ന് കയറുമ്പോൾ ഇറങ്ങി പോകാൻ പറയുന്നത് എങ്ങനെയാ? അരുൺ ചോദിക്കുന്നു, ഞങ്ങളെ വേണ്ടാതെ നീ ഇറങ്ങി പോയതല്ലേ, പിന്നെ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത്? നിധി പറയുന്നു, എനിക്ക് അച്ഛനെ കാണും. പറ്റില്ല എന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേന്ന് അരുൺ പറയുമ്പോൾ നിധി ചോദിക്കണം, അത് പറയാൻ നിങ്ങളാരാ? ദേഷ്യത്തോടു കൂടി അരികിലേക്ക് ചെന്ന വിരൽ ചൂണ്ടി അരുൺ പറയുന്നു, അടിച്ച് പല്ല് ഞാൻ കുഴിക്കും, പറഞ്ഞേക്കാം. നിധി പറയുന്നു, ദേ, ആ വക ഭീഷണിയൊന്നും വേണ്ട. അവിടെ ഉള്ളത് നിങ്ങളുടെ മാത്രമല്ല, എന്റെ അച്ഛനാ. അരുൺ ചോദിക്കുന്നു, ഓഹോ, ഒളിച്ചോടാൻ പുറപ്പെട്ടപ്പോൾ അത് നിനക്ക് ഓർമ്മയുണ്ടായിരുന്നില്ലേ? പോലീസ് സ്റ്റേഷനിൽ വെച്ച് അച്ഛനെ സാക്ഷിയാക്കി മറ്റൊരുത്തന്റെ കഴുത്തിൽ മാലയിട്ടപ്പോൾ മുന്നിൽ നിൽക്കുന്നത് സ്വന്തം അച്ഛനാണെന്ന് നിനക്ക് അറിയില്ലായിരുന്നോടി? 100 തവണ ആ മനുഷ്യൻ നിന്നോട് കെഞ്ചി പറഞ്ഞതല്ലേടി വീട്ടിലേക്ക് വരാൻ. അപ്പൊ നിനക്ക് തോന്നലുണ്ടായിട്ടില്ലല്ലോ? നിധി പറയുന്നു, അതെ, തിരിച്ചു വീട്ടിലേക്ക് വിളിച്ചു. പക്ഷെ എന്തിനാ വിളിച്ചത്? ആ സൂര്യക്ക് കല്യാണം കഴിച്ചു കൊടുക്കാനല്ലേ? അവനെ എനിക്ക് ഇഷ്ടമല്ലെന്ന് എത്ര തവണ പറഞ്ഞു ഞാൻ. ആരെങ്കിലും കേട്ടോ? കേട്ടിരുന്നെങ്കിൽ ഞാൻ പോകുമായിരുന്നു. അരുൺ പറയുന്നു, നിനക്ക് സൂര്യ ഇഷ്ടമല്ലാത്തതിന്റെ കാരണം ഞങ്ങൾക്ക് പിന്നല്ലേ മനസ്സിലായത്. നിന്റെ ഇഷ്ടത്തിന് വഴങ്ങി ഞങ്ങൾ എല്ലാവരും കൂടി നിനക്ക് തെണ്ടിയെ കെട്ടിച്ചു തരണമായിരുന്നു അല്ലേ? നിധി പറയുന്നു, നിങ്ങൾ ഓരോന്ന് ചിന്തിച്ചു കൂട്ടുന്നതിന് ഞാനെന്ത് പറയാനാ? ഞാൻ പറയുന്നത് മനസ്സിലാക്കി ആ കല്യാണത്തിന് എന്നെ ഫോഴ്സ് ചെയ്തില്ലായിരുന്നെങ്കില് ഇതൊന്നും നടക്കില്ലായിരുന്നു. അരുൺ പറയുന്നു, ഒളിച്ചോടാൻ തീരുമാനിച്ചവള് എപ്പോഴായാലും ഒളിച്ചോടുപടി. കൂടുതൽ സംസാരിച്ചു കേൾക്കാതെ ഇറങ്ങി പോകാൻ നോക്ക്. അമ്മ, ഇവള് ബാഗ് വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ടോ? രേഖ പറയുന്നു, ബാഗ് അകത്തുണ്ട്. അകത്തുനിന്ന് ബാഗ് എടുത്തോണ്ട് വന്ന വലിച്ചെറിഞ്ഞ അരുൺ പറയുന്നു, ഇറങ്ങിപ്പോടി. നിന്നോട് ഇറങ്ങി പോകാനല്ലേടി പറഞ്ഞത്? അങ്ങനെ അരുൺ നിധിയുടെ കയ്യിൽ പിടിച്ചു വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. മോനെ എന്ന് വിളിച്ച് പിന്നാലെ വരികയാണ് രേഖയും കൃഷ്ണനും. നിധി ആന്റിന്ന് വിളിക്കുന്നുണ്ട്. നിധിയെ പുറത്തേക്ക് പിടിച്ചു തള്ളി ബാഗ് എടുത്ത് വലിച്ചെറിഞ്ഞുകൊണ്ട് അരുൺ പറയുന്നു, ഇറങ്ങിപ്പോടി. രാത്രി ആരും കാണാതെ ഒരു തെണ്ടി പെണ്ണിനെ പോലെ ഒളിച്ചോടി പോയിട്ട് ഇപ്പം ന്യായം പറയാൻ നിൽക്കുന്നോടി ഒരുമ്പട്ടോളെ. വിരൽ ചൂണ്ടി നിധി പറയുന്നു, ദേ, എന്നെ അങ്ങനെ വിളിക്കരുത്. അരുൺ ചോദിക്കുന്നു, ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും മുമ്പിൽ ഞങ്ങളുടെ തല കുനിക്കാൻ ഇടവരുത്തിയ നിന്നെ പിന്നെ എങ്ങനെ വിളിക്കണോടി? നിധി ചോദിക്കുന്നു, നിങ്ങൾക്കൊക്കെ തല ഉയർത്തി പിടിച്ചു നിൽക്കാൻ വേണ്ടി ഏതോ ഒരുത്തനെ കല്യാണം കഴിച്ച് എന്റെ ജീവിതം ബലി കൊടുക്കണോ ഞാൻ? സാന്ദ്രയുടെ അച്ഛൻ പറയുന്നു, അരുണെ വേണ്ട, ആളുകൾ ശ്രദ്ധിക്കുന്നു. നിധി പറയുന്നു, നിങ്ങളുടെ ഭാര്യയുടെ വീട്ടിൽ താമസിക്കരുതെന്ന് നിങ്ങൾക്ക് പറയാം, പക്ഷെ എന്റെ അച്ഛനെ കാണാൻ പാടില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് അധികാരമില്ല. ഞാൻ പോകും, കാണും. ഏതിക്കിട്ട് അരുൺ പറയുന്നു, വായടക്കിടി. നീ അങ്ങോട്ട് കയറി ചെന്നാൽ അച്ഛൻ നിന്നെ കാണുമെന്നാണോ നിന്റെ വിചാരം? നീ വന്നു അറിഞ്ഞപ്പോഴേ അങ്ങോട്ട് കയറ്റി പോകരുതെന്ന് അച്ഛൻ പറഞ്ഞത്. അച്ഛൻ മാത്രമല്ല, അമ്മ അങ്ങനെ തന്നെയാ പറഞ്ഞത്. അവർക്കാർക്കും ഇനി നിന്നെ കാണണ്ട. മര്യാദയ്ക്ക് ഇവിടുന്ന് പോകുന്നതാ നിനക്ക് നല്ലത്. നിധി പറയുന്നു, എന്നാലും സാരമില്ല, എനിക്ക് അച്ഛനെ കണ്ടേ പറ്റൂ. അച്ഛനോട് സംസാരിച്ചേ പറ്റൂ. അരുൺ പറയുന്നു, പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞതല്ലേ. ഇറങ്ങി പോയ വഴിക്ക് തന്നെ നീ പൊയ്ക്കോണം. ഉള്ള സമാധാനം കെടുത്താൻ വേണ്ടി വീണ്ടും തിരിച്ചു വരരുത്. നീ ഈ നാട്ടിൽ നിന്ന് തന്നെ പോയാൽ ഞങ്ങൾക്ക് അത്രയും സന്തോഷം. നിധി ചോദിക്കുന്നു, ഞാൻ എന്തിനു നാട് വിടണം? ഞാൻ എന്തിനു പോണം? ഈ സ്ഥലമൊക്കെ നിങ്ങളുടെ പേരിലാണോ? ഞാൻ വന്നത് അച്ഛനെ കാണാനാണെങ്കിൽ കണ്ടിട്ടേ പോകൂ. സംസാരം നിർത്തി പോകാനല്ലടി പറഞ്ഞെന്ന് പറഞ്ഞ് നിധിയെ പിടിച്ചു തള്ളുകയാണ് അരുൺ. താഴേക്ക് വീഴാനായി തുടങ്ങിയ നിധിയെ അവിടേക്ക് വന്ന സുധീഷ് താങ്ങി പിടിക്കുകയാണ്. എല്ലാവരും ഞെട്ടി സുധീഷിനെ നോക്കുമ്പോൾ നിധി വിശ്വസിക്കാനാകാതെ സുധീഷിന്റെ കണ്ണുകളിലേക്ക് നോക്കുകയാണ്. സുധീഷും നിധിയുടെ കണ്ണുകളിലേക്ക് നോക്കുന്നു. ദേഷ്യത്തോടു കൂടി അരുൺ ചോദിക്കുന്നു, ഓഹോ, അപ്പൊ സാർ ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ? ഇവനുള്ള ബലത്തിലാണോടി നീ സംസാരിച്ചത്? അങ്ങനെ അരുൺ നിധിയുടെ നേരെ വരുമ്പോൾ തടഞ്ഞുകൊണ്ട് മുന്നിൽ കയറി നിൽക്കുകയാണ് സുധീഷ്. അരുൺ പറയുന്നു, വാടാ വാ, കറക്റ്റ് സമയത്താണ് നീ വന്നത്. വാടാന്ന് പറഞ്ഞ് സുധീഷിന്റെ ഷട്ടിൽ കുത്തിപ്പിടിച്ച് അടിക്കാനായി തുടങ്ങുകയാണ് അരുൺ. അവരെ പിടിച്ചു മാറ്റാനായി ശ്രമിക്കുകയാണ് സാന്ദ്രയുടെ അച്ഛനും നിധിയും. നിധി ചോദിക്കുന്നു, എല്ലാവരെയും തല്ലാൻ നിങ്ങൾ ആരാ? വലിയ റൗഡിയാണോ? അരുൺ ചോദിക്കുന്നു, ഇവന് വേണ്ടിയാണോടി നീ എന്നോട് സംസാരിക്കുന്നത്? എല്ലാവരെയും വിട്ടുപോകാൻ മാത്രം എന്താടി ഇവന്റെ കയ്യിലുള്ളത്? നിധി പറയുന്നു, ഞാൻ പോയത് സുധീഷിന് വേണ്ടിയല്ല,
എനിക്ക് വേണ്ടിയാ. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി നിങ്ങൾക്കില്ല. സാന്ദ്രയുടെ അച്ഛൻ പറയുന്നു. അരുൺ, ആൾക്കാര് ശ്രദ്ധിക്കുന്നു, നാണക്കേടാ. നിധിയുടെ നേരെ വിരൽ ചൂണ്ടി അരുൺ പറയുന്നു. ആശുപത്രിയുടെ പരിസരത്തങ്ങാണ് നീ വന്നാൽ കൊന്നു കളയാനും മടിക്കില്ല ഞാൻ. സുധീഷ് പറയുന്നു. ഓ, ബാക്കിയുള്ളവരൊക്കെ അപ്പോൾ പൂ പറിക്കാൻ പോകുമല്ലോ, നീ എന്ത് ചെയ്യുമെടാന്ന് ചോദിച്ച് സുധീഷിനെ പിടിച്ചു തെള്ളുകയാണ് അരുൺ. സുധീഷും അരുണിന്റെ നേരെ ചെല്ലുന്നു. അരുൺ നോന്ന് പറഞ്ഞ് സാന്ദ്രയുടെ അച്ഛൻ അരുണിനെ പിടിച്ചു മാറ്റുകയാണ്. സുധീഷ് പറയുന്നു. നിധി, ഞാനുള്ളപ്പോൾ നിധി ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അത്ര തന്നെ. സാന്ദ്രയുടെ അച്ഛൻ പറയുകയാണ്. നിധി, ഇത് ഞങ്ങളുടെ വീടാ, ഇതിന്റെ മുന്നിൽ വെച്ച് ബഹളം ഉണ്ടാക്കരുത്. അരുൺ പറഞ്ഞത് തന്നെയാ രാജീവ് എന്നോടും പറഞ്ഞത്. രാജീവൻ ഇനിയും നിന്നെ കാണണ്ട. ഇപ്പൊ അങ്ങോട്ട് ചെന്നാൽ അത് രാജീവിന്റെ ജീവന് കൂടി ആപത്താ. തീരുമാനിച്ചുറപ്പിച്ച് ഇറങ്ങിപ്പോയതല്ലേ, ഇനി അത് തന്നെയാ നല്ലത്. രേഖ പറയുന്നു. അതെ മോളെ, വെറുതെ ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കി ആളുകളെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കല്ലേ. അരുൺ പറയുന്നു. കേട്ടല്ലോ, ഇനി പോകാൻ നോക്ക്. ഇവിടെ ആർക്കും ഇനി നിന്നെ വേണ്ട. ഇവൻ ഉപേക്ഷിച്ചാലും നീ വീട്ടിലേക്ക് തിരിച്ചു വരരുത്. നിന്നെ കാത്തിരിക്കാൻ ഇവിടെ ആരുമില്ല. നിധി പറയുന്നു. ആരെന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അച്ഛനെ കാണണം. അരുൺ ചോദിക്കുന്നു. ആണോ, ശരി. അങ്ങനെ അരുൺ രാജീവിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. രാജീവിന്റെ അരികിലിരിക്കുന്ന ഹേമ ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ അരുൺ പറയുന്നു. അമ്മേ, അച്ഛനൊന്ന് ഫോൺ കൊടുത്തേ. എന്താടാന്ന് ഹേമ ചോദിക്കുമ്പോൾ അരുൺ പറയുകയാണ്. ഞാൻ പറയാം, അമ്മ കൊടുക്ക്. ഹേമ പറയുന്നു. അരുൺ എന്തോ പറയാനുണ്ടെന്ന്. അരുൺ നിധിയുടെ അരികിലേക്ക് ഫോൺ പിടിച്ച് സ്പീക്കർ ഇടുകയാണ്. നിധി അച്ഛാന്ന് വിളിക്കുമ്പോൾ രാജീവ് വിഷമത്തോടുകൂടി കിടക്കുകയാണ്. അരുൺ പറയുന്നു. അച്ഛ, ഇവൾക്ക് അച്ഛനെ കണ്ടേ തീരൂന്ന്. വഴിയിൽ കിടന്ന് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഞാൻ എന്താ വേണ്ടത്? രാജീവ് പറയുന്നു. എനിക്ക് അങ്ങനെ ഒരു മകളില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അവള് മരിച്ച് മണ്ണടിഞ്ഞു. ഞാൻ ജീവനോടെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ അവളെ ഇങ്ങോട്ട് കയറ്റരുത്. ഇനി അവളില്ല, പിണ്ട കൂട്ടുന്ന ചടങ്ങേ ബാക്കിയുള്ളൂ. ഇത് കേട്ട് നിധി പൊട്ടിക്കരയുമ്പോൾ രാജീവ് പറയുന്നു. ഒരു ചോറ് ബലിക്കാക്കയ്ക്ക് കൊടുത്ത് ഞാൻ ആ ബന്ധം തീർത്തോളാം. അങ്ങനെ രാജീവ് ഫോൺ ഹേമയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഫോണും പിടിച്ച് വിഷമത്തോടു കൂടി ഇരിക്കുകയാണ് ഹേമ. ഫോൺ കട്ട് ചെയ്ത് അരുൺ ചോദിക്കുന്നു. കേട്ടല്ലോ, ഇനി പോകാൻ. എടാ, വിളിച്ചോണ്ട് പോടാ. അവിടെ നിന്ന് ബാഗ് എടുത്ത് സുധീഷ് പറയുന്നു. വാ പോകാം. സ്വന്തം കൂടപ്പിറപ്പിനെ പോലും മനസ്സിലാക്കാൻ കഴിയാത്ത ഇയാളൊക്കെ ഒരു ചേട്ടനാണോ? എടാ, നിന്നെ ഞാനെന്ന് പറഞ്ഞ് അരുൺ സുധീഷിന്റെ ഷട്ടിൽ കുത്തിപ്പിടിക്കുകയാണ്. അരുൺ ഇങ്ങോട്ട് മാറുന്നു പറഞ്ഞ് രേഖയും കൃഷ്ണനും കൂടി അരുണിനെ പിടിച്ചു മാറ്റുന്നു. രേഖ പറയുന്നു. എന്റെ പൊന്നു കൊച്ചെ, പോകാൻ പറഞ്ഞ പൊയ്ക്കൂടെ? ഇനി അയാളെ വല്ലതും ചെയ്തിട്ട് ഇവൻ ജയിലിൽ പോയാലേ എന്റെ മോൾക്കാ നഷ്ടം. ഒന്ന് പോകാൻ നോക്ക്. നടക്ക്. എടാ, നടക്കടാ. അരുൺ വാന്ന് പറഞ്ഞ് രേഖയും കൃഷ്ണനും കൂടി അരുണിനെയും കൂടി അകത്തേക്ക് പോവുകയാണ്. കരഞ്ഞോണ്ട് നിൽക്കുന്ന നിധിയോട് സുധീഷ് പറയുന്നു. വാ ഇങ്ങോട്ട്. അങ്ങനെ സുധീഷ് നിധിയെയും കൂട്ടി ജീപ്പിന്റെ അരികിലേക്ക് പോവുകയാണ്. ജീപ്പിലേക്ക് കയറിയിരുന്ന നിധി പറയുന്നു. അങ്ങേരെന്റെ ചേട്ടൻ തന്നെയല്ലേ, എന്നിട്ടെന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? എന്റെ അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ, ഞാൻ ചത്തുപോയത്രേ. ആയിക്കോട്ടെ, ഇനി അങ്ങനെ തന്നെ ആയിക്കോട്ടെ. സുധീഷ് പറയുന്നു. അതെ, അവര് ദേഷ്യം കൊണ്ട് പറയുന്നതെല്ലാം കാര്യമായിട്ട് എടുക്കല്ലേ. അത് കുറയാൻ സമയമെടുക്കും. അവസാനം അവർക്ക് ഇയാളെ മനസ്സിലാകുകയും ചെയ്യും. നിധി പറയുന്നു. ഞാൻ എന്ത് കല്യാണമാ നടത്തിയത്? എന്ത് സിറ്റുവേഷനിലാ അങ്ങനെയൊക്കെ പെരുമാറേണ്ടി വന്നത്? ഇതൊരു കല്യാണമേ അല്ലാന്നാ ഞാൻ പറയാൻ ശ്രമിക്കുമ്പോൾ ഒരാള് പോലും എന്നെ കേൾക്കാൻ തയ്യാറാകില്ല എന്ന് വന്നാൽ അവര് തന്നെ ഓരോന്ന് സങ്കല്പിച്ചുണ്ടാക്കി അവര് തന്നെ തീരുമാനങ്ങൾ എടുക്കുന്നു. എന്റെ ചേട്ടനല്ലേ അത്? അങ്ങേരുടെ കൂടിയല്ലേ ഞാൻ വളർന്നത്? അങ്ങേരെങ്കിലും എന്നെ മനസ്സിലാക്കണ്ടേ? ഞാനൊരു തെണ്ടി പെണ്ണാണത്രേ. സുധീഷ് ചോദിക്കുന്നു. അവര് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ അതാകുമോ? ഇല്ലല്ലോ. താൻ അതൊന്ന് വിടലോ. നിധി പറയുന്നു. അവർക്ക് എന്നെ കാണണ്ടെങ്കിൽ എനിക്കും കാണണ്ട. എന്നെ മനസ്സിലാകാത്ത ആരെയും ഞാൻ ഇനിയും കാണാൻ പോകുന്നില്ല. ശരി, വിടുന്ന സുധീഷ് പറയുമ്പോൾ നിധി ചോദിക്കണ. അപ്പൊ ഇയാള് പോയില്ലേ? പോയില്ല എന്ന് സുധീഷ് പറയുമ്പോൾ നിധി ചോദിക്കണ. കാരണം? സുധീഷ് പറയുന്നു. ഇയാളുടെ ചേട്ടൻ കഴുത്തിന് പിടിച്ച് തള്ളുമ്പോഴേ വീഴാതെ പിടിക്കാൻ ഒരാൾ വേണ്ടേ? അതാ ഞാൻ വെയിറ്റ് ചെയ്തത്. ഇങ്ങനെ ഒരു സീൻ നടക്കുമെന്ന് എന്റെ മനസ്സിൽ തോന്നിയിരുന്നു. അതാ പിന്നെ തിരിച്ചു പോകാൻ മനസ്സ് വരാതിരുന്നത്. ഈ ബഹളമൊക്കെ കഴിഞ്ഞ് ഇയാൾ തനിയെ ഇരുന്ന് പറയുന്നത് കേൾക്കാൻ ഒരാൾ വേണ്ടേ? അതാ ഞാൻ വെയിറ്റ് ചെയ്തത്. നിധി ചോദിക്കുന്നു. അപ്പോ രാത്രി മുഴുവൻ ജീപ്പിലായിരുന്നു അല്ലേ? അതേന്ന് സുധീഷ് പറയുമ്പോൾ നിധി ചോദിക്കണ. ബുദ്ധിമുട്ടായി അല്ലേ? സുധീഷ് പറയുന്നു. കുഴപ്പമില്ലായിരുന്നു, പക്ഷേ ഈ വലുപ്പത്തിലുള്ള കൊതുകുണ്ടായിരുന്നു. പിന്നെ രാവിലെ പ്രഭാത കൃത്യങ്ങൾക്ക് വേണ്ടി ഒരു 3 കിലോമീറ്റർ പോകേണ്ടി വന്നു. ബാക്കിയൊക്കെ ഫൈൻ. നിധി പറയുന്നു. നിങ്ങൾ ശരിക്കും ഒരു പാവോ? സുധീഷ് ചോദിക്കുന്നു. ആണോ? അങ്ങനെയാണോ? നിധി പറയുന്നു. ഈ ഇടയായിട്ട് ഞാൻ അപ്സെറ്റ് ആകുമ്പോഴെല്ലാം എന്റെ കൂടെ ഇയാള് മാത്രമേ ഉള്ളൂ. സുധീഷ് ചോദിക്കുന്നു. ആരെങ്കിലും ഒരാൾ കൂടെ വേണ്ടേ? ദേ വട കഴിക്കുന്നു. വേണ്ടെന്ന് നിധി പറയുമ്പോൾ സുധീഷ് പറയുകയാണ്. ചുമ്മാ കഴിക്കുന്നേ. ദേ 2 ഉണ്ട്, ഒരെണ്ണം എടുത്തോ. എടുക്കടോ. സുധീഷിനെ നോക്കി പുഞ്ചിരിച്ച് ഒരു വട എടുത്ത് നിധി പറയുന്നു. താങ്ക്സ്. സുധീഷ് പറയുന്നു. ഇത് വാങ്ങാൻ പോയ സമയത്തായിരിക്കണം ഇയാളുടെ ചേട്ടൻ വന്നത്. നിധി ചോദിക്കുന്നു. ഇനി എന്താ നമ്മൾ ചെയ്യുക? സുധീഷ് പറയുന്നു. ഇനി നമുക്ക് ഏട്ടത്തിക്ക് ഫോൺ ചെയ്യാം. അച്ഛന് കുഴപ്പമില്ലെന്നറിഞ്ഞ പിന്നെ സമാധാനമായിട്ട് പോകാലോ. അങ്ങനെ സുധീഷ് ഫോൺ നിധിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഫോൺ അറ്റൻഡ് ചെയ്ത സാന്ദ്ര ചോദിക്കുന്നു. എവിടെയാ നിധി? ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്ന് നിധി പറയുമ്പോൾ സാന്ദ്ര പറയുകയാണ്. നിന്റെ ചേട്ടൻ എന്നോടാ ദേഷ്യപ്പെടുന്നത്. അച്ഛനും അതേപോലെ തന്നെ. ഇതെല്ലാം എന്റെ അറിവിൽ നടന്നതുപോലെ ഇപ്പൊ സംസാരം. സോറി ഏട്ടത്തിന്ന് നിധി പറയുമ്പോൾ സാന്ദ്ര പറയുകയാണ്. അച്ഛനെ എന്തായാലും ഇപ്പൊ കാണാൻ പറ്റില്ല നിധി. നിധി പറയുന്നു. സാരമില്ല, അച്ഛൻ എങ്ങനെയുണ്ട്? സാന്ദ്ര പറയുന്നു. ഓക്കെയാ, 2-3 ദിവസത്തിനുള്ളിൽ വീട്ടിലേക്ക് വിടാമെന്നാ പറഞ്ഞത്. അതേപറ്റി നീ വിഷമിക്കണ്ട. നിധി ചോദിക്കുന്നു. അമ്മ? സാന്ദ്ര പറയുകയാണ്. കുഴപ്പമൊന്നുമില്ല, പാവം ആകെ പേടിച്ചു പോയിട്ടുണ്ട്. എന്നാ നീ ചെല്ല്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ മെസ്സേജ് അയക്ക്. ടേക്ക് കെയർ. അങ്ങനെ ഫോൺ കട്ട് ചെയ്ത് വിഷമത്തോടുകൂടി ആലോചിച്ച് നിൽക്കുകയാണ് സാന്ദ്ര. എന്തായെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയുന്നു. അച്ഛന് കുഴപ്പമൊന്നുമില്ല. സുധീഷ് പറയുന്നു. താങ്ക് ഗോഡ്, ഇപ്പൊ പ്രശ്നം തീർന്നില്ലേ? ഇനി അതങ്ങ് വിട്ടേക്ക്. ആ വട
കഴിച്ചേ. നിധി പറയുന്നു ജീവിതം ഏത് വഴിക്കാ പോകുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. സുധീഷ് പറയുന്നു എന്നാൽ എനിക്ക് പിടിയുണ്ടല്ലോ. തൽക്കാലം നേരെ തിരുവനന്തപുരം, അവിടെ ചെന്നിട്ടൊരു ജോലി കണ്ടുപിടിക്കുന്നു, പിന്നെ പഠനം തുടരുന്നു. ഓക്കെ. എഴുതിയിട്ട് നിധി പുഞ്ചിരിക്കുമ്പോൾ സുധീഷ് പറയുകയാണ് അപ്പൊ പോയാലോ. കഴിക്ക്. നിധി വട കഴിക്കുമ്പോൾ വണ്ടി മുന്നോട്ടേക്ക് എടുക്കുകയാണ് സുധീഷ്. പിന്നീട് കാണിക്കുന്നത് ഹരീഷിന്റെ കടയിലേക്ക് വന്ന് നികേഷ് ചോദിക്കുന്നു ഹരീഷ് ഏട്ടാ, നിങ്ങൾ ഇതുവരെ പണി നിർത്തിയില്ലേ? നേരെ എത്രയായെന്ന വിചാരം? ഹരീഷ് പറയുന്നു ചന്തു അവനൊരു ചെയർ ഇട്ട് കൊടുത്തേടാ, ഞാൻ ഇരിക്കാൻ വന്നതല്ലാന്ന് നികേഷ് പറയുമ്പോൾ ഹരീഷ് പറയുകയാണ് ദേ കഴിഞ്ഞു, ഇപ്പൊ പോകാം. ടിറ്റോനെ ഞാൻ അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. നികേഷ് പറയുന്നു അവന്റെ ഏട്ടന്റെ കല്യാണം ആണല്ലോ നടക്കുന്നത്. കൊള്ളാം. ഹരീഷ് പറയുന്നു ദേ കഴിഞ്ഞടാ, റെഗുലർ കസ്റ്റമറാ, ഒഴിവാക്കി വിടാൻ പറ്റില്ല. ചന്തു ചോദിക്കുന്നു വീട്ടിലെ അടുത്ത കല്യാണം ഹരീഷ് ഏട്ടന്റെ ആയിരിക്കുമല്ലേ? ഹരീഷ് പറയുന്നു എടാ നീ നിന്റെ പണി നോക്കടാ. നികേഷ് പറയുന്നു അടുത്തത് സുഭാഷ് ഏട്ടന്റെ, പിന്നെ ഹരീഷ് ഏട്ടന്റെ. ചന്തു ചോദിക്കുന്നു അതെങ്ങനെ ശരിയാകും? സുഭാഷ് ഏട്ടന്റെ കല്യാണം ഇനിയും സെറ്റ് ആകണ്ടേ? ഹരീഷ് ഏട്ടന്റെ കല്യാണം ഓൾറെഡി സെറ്റ് ആണോ എന്ന് നികേഷ് ചോദിക്കുമ്പോൾ ചന്തു പറയുകയാണ് നമ്മുടെ ഓട്ടോ ചന്ദ്രേട്ടന്റെ മോള് നീതു. ഹരീഷ് പറയുന്നു എടാ പോടാ. അപ്പോൾ ചന്തു പറയുകയാണ് ഞാൻ എവിടെ പോകാൻ? ഹരീഷ് ചോദിക്കുന്നു എടാ നിനക്ക് ചായ വേണോ? നികേഷ് പറയുകയാണ് എനിക്ക് ചായ ഒന്നും വേണ്ട, ഹരീഷ് ഏട്ടൻ ഒന്ന് ഇറങ്ങാൻ നോക്ക്. അങ്ങനെ പത്രം വായിച്ചുകൊണ്ട് നികേഷ് അവിടേക്ക് ഇരിക്കുകയാണ്. ചന്തു പറയുന്നു പറഞ്ഞു തീർന്നില്ല, ദാ വരുന്നു. ആരെന്ന് നികേഷ് ചോദിക്കുമ്പോൾ പ്രണയമണി തൂവൽ പൊഴിയും പവിഴമഴാന്ന് പാട്ട് പാടുകയാണ് ചന്തു. നീതുവിനെ കണ്ട് നികേഷ് പറയുകയാണ് ഹരീഷ് ഏട്ടൻ എത്ര പറഞ്ഞാലും ഇവൾ ഒഴുകി പോകുന്ന ലക്ഷണം ഇല്ല അല്ലേ? അവിടേക്ക് വന്ന നീതുവിനോട് ഹരീഷ് പറയുകയാണ് എത്തിയോ? ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. വിശ്വസിക്കാനാകാതെ നീതു ചോദിക്കുന്നു എന്നെ കാത്തിരിക്കുകയായിരുന്നോ? സത്യം? അങ്ങനെ അരികിലേക്ക് ഇരുന്ന നീതു ചോദിക്കുകയാണ് എന്താ കാര്യം? ഹരീഷ് പറയുന്നു നീ ആദ്യം അങ്ങോട്ട് നീങ്ങിയിരിക്കും. നീതു പറയുന്നു ഈ കരിയും ഗ്രീസും പിടിച്ചിരിക്കുന്ന ആളുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ എന്ന് ആദ്യം വിചാരിക്കും. എന്ന് പറഞ്ഞ ദേഷ്യത്തോടു കൂടി ഹരീഷ് അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അവിടെ നിന്ന് എഴുന്നേറ്റ് നീതു പറയുകയാണ് അപ്പോഴേക്കും എഴുന്നേറ്റോ? ശരി കാര്യം പറ, എന്തിനാ കാത്തിരുന്നത്? ചന്തു പറയുന്നു ഒരു പ്രേമലേഖനം തരാൻ. നീതു ചോദിക്കുന്നു ആണോ? ഇന്നേ വരെ അങ്ങനെയൊന്നും വായിക്കാനുള്ള സൗകര്യം എനിക്ക് ഉണ്ടായിട്ടില്ല. നല്ല വാക്കുകൾ വല്ലതും ഉണ്ടാകുമോ? ഇനിയിപ്പം തെറിയായാലും സാരമില്ല. താന്ന് പറഞ്ഞ് നീതു ഹരീഷിന്റെ നേരെ വരുമ്പോൾ ഹരീഷ് പറയുന്നു മാറി നിൽക്കടി അങ്ങോട്ട്. ഇന്ന് രാത്രി എന്റെ വീട്ടിൽ ചേട്ടന്റെ കല്യാണം നടക്കുക, നീ പറ്റുമെങ്കിൽ വാ. നീതു ചോദിക്കുന്നു അത് ശരി, നീ എന്നെ ക്ഷണിക്കാനാണോ ഇവിടെ കാത്തിരുന്നത്? ഈശ്വര അത് കലക്കി. ഹരീഷ് പറയുന്നു നിന്നെ മാത്രമല്ല എന്റെ വീട്ടിലേക്ക് ഒരു പെണ്ണും വരില്ല എന്ന് പറഞ്ഞ നിന്റെ ചേട്ടനില്ലേ, ആ മരമാക്രിയോടും പറഞ്ഞേക്ക്. പിന്നെ എനിക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടും നീ ഇങ്ങോട്ട് വരുന്നതിനെ വഴക്കുണ്ടാക്കിയ നിന്റെ തന്തയില്ലേ, ആ കോന്തനോടും വരാൻ പറയാം. എന്നിട്ട് കല്യാണം കണ്ണു നിറയെ കണ്ട് മതി വരുമ്പോഴും ബിരിയാണിയും തിന്നിട്ട് തിരിച്ചു പോകാൻ പറയാം. കേട്ടല്ലോ? നീതു പറയുന്നു സ്നേഹത്തോടെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ, ഇത് ഒരുമാതിരി വിളിയായി പോയി. ഹരീഷ് പറയുന്നു നിന്റെ ചേട്ടനെ അച്ഛനെയൊക്കെ ഇങ്ങനെ വിളിക്കാൻ പറ്റും. ഈ റിസപ്ഷൻ ഒന്ന് കഴിയട്ടെ, എന്നിട്ട് വേണം അവരെ എന്തെങ്കിലും പറയാനും. ഉരുളയ്ക്ക് ഉപ്പേരി പോലെ 4 വാക്ക് പറയാനും. നീതു പറയുന്നു പറയാൻ പാകത്തിൽ വലിയ ഡയലോഗൊക്കെ സെറ്റാക്കി വെച്ചിരിക്കുന്നതൊക്കെ, പക്ഷേ റിസപ്ഷൻ നടക്കുമോ? ചന്തു ചോദിക്കുന്നു അതെന്താ അങ്ങനെ ഒരു ഡൗട്ട്? നീതു പറയുന്നു ഇല്ല ഒന്നുമില്ല, നാട്ടിലെല്ലാവരും ഇപ്പോഴും പറയുന്നതേ അത് നടക്കില്ല എന്ന് തന്നെയാ. ഹരീഷ് പറയുന്നു അവര് പറയട്ടെ, എല്ലാം നടക്കും, നീ സമയത്തിന് അങ്ങോട്ട് വാ. എന്റെ വീട്ടിൽ കല്യാണം നടക്കില്ല എന്ന് പറഞ്ഞവരൊക്കെ ഉരുട്ടി തിരുന്നത് കാണാനുള്ള മോഹം കൊണ്ട് വിളിച്ചതാ, അല്ലാതെ ഇഷ്ടം കൊണ്ടാണെന്ന് വിചാരിക്കണ്ട. കേട്ടല്ലോ? എടാ നികേഷേ വാ. ചന്തു നീ ഈ വണ്ടി കൊടുത്തിട്ട് ഷോപ്പ് അടച്ചിട്ട് നേരത്തെ പോണേ. കൊടുത്തേക്കാമെന്ന് ചന്തു പറയുമ്പോൾ ബൈക്കിൽ കയറി അവിടെ നിന്ന് പോവുകയാണ് ഹരീഷും നികേഷും. നീതു പറയുന്നു ചന്തു നിങ്ങളുടെ മുന്നിൽ വെച്ച് കാണിക്കാൻ മടിയായിട്ടാ, ശരിക്കും അവൻ എന്നെ വലിയ സ്നേഹത്തിലാ വിളിച്ചത്. ചന്തു പറയുന്നു പിന്നെ സ്നേഹം കൊണ്ട് ഇപ്പൊ ക്ഷണിച്ചത്. നീതു പറയുന്നു പോടാ. തുടർന്ന് സുഭാഷും നികേഷും റിസപ്ഷനായി ആളുകളെ ഒക്കെ ക്ഷണിക്കുകയാണ്. തുടർന്ന് രാജന്റെ കടയിലേക്ക് വന്ന് റിസപ്ഷന് ക്ഷണിക്കുകയാണ് അവർ. രാജൻ പറയുന്നു അതിന് പെണ്ണ് ഇന്നലെ തന്നെ ഇറങ്ങിപ്പോയെന്ന് ഗംഗാധരേട്ടൻ പറഞ്ഞല്ലോ. നികേഷ് ചോദിക്കുന്നു വല്യച്ഛന് വട്ടാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? സുഭാഷ് പറയുന്നു അതൊക്കെ വെറുതെ പറയുന്നതാ, ചേട്ടൻ എന്തായാലും റിസപ്ഷന് വരണം, ഇന്ന് വൈകിട്ട് നമ്മുടെ വീട്ടിൽ വെച്ചിട്ടാ, എന്ന് ചെല്ലട്ടെ. ശരിയെന്ന് രാജൻ പറയുമ്പോൾ അവർ അവിടെ വന്ന് പോവുകയാണ്. തുടർന്ന് നികേഷ് പറയുകയാണ് നമ്മൾ ചെന്ന് റിസപ്ഷൻ ക്ഷണിക്കുമ്പോൾ ആളുകൾക്ക് എന്താ സുഭാഷ് ഏട്ടാ ഒരു പുച്ഛം, ഈ ആളുകളെ വിളിച്ച് റിസപ്ഷൻ നടത്തണ്ടായിരുന്നു എന്ന് തോന്നുവാ. സുഭാഷ് പറയുന്നു എടാ നമ്മളോടുള്ള ആളുകളുടെ മനോഭാവം ഒക്കെ ഉടനെ മാറും, നീ നോക്കിക്കോ. നികേഷ് ചോദിക്കുന്നു ഇവിടെ കേറുന്നുണ്ടോ? സുഭാഷ് പറയുകയാണ് പിന്നെ അമ്മായിയും വെല്ലിച്ചനെ വിളിക്കണ്ടേ? നികേഷ് ചോദിക്കുന്നു എന്താവശ്യത്തിന്? ഇതെങ്ങനെയും മുടക്കി പിരിയണമെന്നേ അവര് വിചാരിക്കും. സുഭാഷ് പറയുന്നു എടാ നമ്മുടെ മര്യാദ നമ്മൾ കാണിക്കണം, നീ ഇങ്ങോട്ട് വാ. അങ്ങനെ ഗേറ്റിന്റെ അരികിലേക്ക് വന്ന സുഭാഷ് സുനന്ദയെ കണ്ട് എടി പെണ്ണേന്ന് വിളിക്കുകയാണ്. സന്തോഷത്തോടു കൂടി സുനന്ദ പറയുന്നു സുഭാഷ് ഏട്ടാ വാ 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 കേറിയിരിക്കെ. സുഭാഷ് ചോദിക്കുന്നു അമ്മയില്ലേടി? സുനന്ദ പറയുന്നു ഉണ്ട്, വിളിക്കാം. ആരാടി എവിടെയെന്ന് ചോദിച്ച് ലളിത എവിടേക്ക് വരുമ്പോൾ പിന്നാലെ വരികയാണ് ഗംഗാധരൻ. ലളിത ചോദിക്കുന്നു നീയോ? നീ എന്താടാ ഇവിടെ? നീ പറഞ്ഞിട്ടാണോടി? സുഭാഷ് പറയുന്നു അയ്യോ സുനന്ദ വിളിച്ചിട്ട് വന്നതൊന്നുമല്ല. ലളിത ചോദിക്കുന്നു പിന്നെന്തിനാ വന്നത്? ഗംഗാധരൻ പറയുകയാണ് അവന്റെ അനിയൻ കൂട്ടിക്കൊണ്ടുവന്ന പെണ്ണെ തിരിച്ചോടിപ്പോയെന്ന് പറയാനാകും. ചിരിച്ചുകൊണ്ട് ലളിത പറയുകയാണ് അതെന്തായാലും നമുക്കെന്താ? നികേഷ് പറയുന്നു അതൊന്നും നിങ്ങളെ അറിയിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. ഗംഗാധരൻ ചോദിക്കുന്നു പിന്നെന്തിനാടാ ഇങ്ങോട്ട് വന്നത്? പറയടാ എന്തിനാ വന്നേന്ന്? സുഭാഷ് പറയുന്നു അത് വലിയ. അപ്പോൾ ഗംഗാധരൻ പറയുകയാണ് അങ്ങനെ വിളിച്ച വലിയ ബന്ധമൊന്നും കാണിക്കണ്ട, അവന്റെ ഒരു വലിയച്ഛൻ. നികേഷ് പറയുന്നു കേറേണ്ടത് ഞാൻ പറഞ്ഞതല്ലേ. അപ്പോൾ ലളിത ചോദിക്കണം പിന്നെന്തിനാടാ ഇങ്ങോട്ട് വന്നത്? ആരും ക്ഷണിച്ചൊന്നും ഇല്ലല്ലോ. സുനന്ദ അമ്മേന്ന് വിളിക്കുന്ന
വിളിക്കുമ്പോൾ ലളിത പറയുകയാണ് മിണ്ടാതിരിക്കടി. സുഭാഷ് പറയുന്നു അത് സുധീഷിന്റെ കല്യാണം കഴിഞ്ഞു. ലളിത പറയുന്നു ആളുകൾ പറയുന്നത് കേട്ടത് പെണ്ണ് ഇന്നലെ രാവിലെ തന്നെ തിരിച്ചോടി പോയെന്നാണല്ലോ. ഓടി പോയതൊന്നും അല്ലാന്ന് നികേഷ് പറയുമ്പോൾ ഗംഗാധരൻ പറയുകയാണ് അതെ, വണ്ടിയിലാ തിരിച്ചു കൊണ്ടാക്കാൻ പോയത്. അല്ലേ, എന്നിട്ട് എന്തായി? കൊണ്ടാക്കാൻ പോയവൻ തിരിച്ചു വന്നോ അതോ പെണ്ണിന്റെ വീട്ടുകാർ തല്ലിക്കൊന്നോ? സുഭാഷ് പറയുന്നു അവർ രണ്ടുപേരും തിരിച്ചു വന്നോണ്ടിരിക്കുക. പിന്നെ പെട്ടെന്ന് നടന്ന കല്യാണം ആയതുകൊണ്ട് ആരെയൊന്നും അറിയിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് വൈകിട്ട് വീട്ടിലൊരു റിസപ്ഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും കൂടി വരണം, പങ്കെടുത്ത് അവരെ അനുഗ്രഹിക്കണം. സ്വന്തക്കാരായിട്ട് വിളിക്കാൻ നിങ്ങളെ ഉള്ളൂ. കൈകൂപ്പി ലളിത പറയുന്നു അയ്യോ, ദയവ് ചെയ്ത് അങ്ങനെ കണക്കാക്കി ഞങ്ങളെയും കൂടി നാണം കെടുത്തല്ലേ. നിങ്ങളുടെ സ്വന്തക്കാരാണെന്ന് പറയാനേ ഞങ്ങൾക്ക് ഒരു താല്പര്യമില്ല. ഇത് കേട്ട് നികേഷ് പറയുന്നു സുഭാഷേട്ടൻ വന്നേ. ലളിത പറയുകയാണ് അല്ല ഒന്ന് നിന്നെ, നീ ആയിരുന്നല്ലോ പെണ്ണുങ്ങളുടെ വീട്ടിൽ കാപ്പി കുടിക്ക് പോയിരുന്നത്. അനിയൻ കെട്ടിയ സ്ഥിതിക്ക് അതങ്ങ് നിർത്തുമോ? ഇത് കേട്ട് സുഭാഷ് വിഷമത്തോടു കൂടി നിൽക്കുമ്പോൾ സുനന്ദ വിഷമത്തോടു കൂടി സുഭാഷിനെ നോക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. ഇനി അടുത്ത എപ്പിസോഡ് പ്രൊമോ റിവ്യൂ. സുധീഷും നിധിയും ജീപ്പിൽ സുധീഷിന്റെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നിധി പറയുന്നു എന്തൊക്കെ മാറ്റങ്ങളാണ് എന്റെ ലൈഫിൽ സംഭവിക്കുന്നതെന്ന് എനിക്ക് തന്നെ പിടിയില്ല. സുധീഷ് പറയുകയാണ് ഇനി എന്ത് സംഭവിക്കുമെന്ന് നമ്മള് ഓവർ തിങ്ക് ചെയ്യാൻ പാടില്ല. മനസ്സിനെ ഫ്രീ ആയിട്ട് വിടണം, അപ്പൊ എല്ലാം ഓക്കെ ആകുമെന്നേ. തുടർന്ന് റിസപ്ഷൻ നടത്താനായി കുറച്ച് പണമെടുത്ത് സുഭാഷ് ഹരീഷിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. സുഭാഷും ഹരീഷും കൂടി സംസാരിച്ചു നിൽക്കുമ്പോൾ അവിടേക്ക് വന്ന നികേഷ് പറയുന്നു പന്തൽ റെഡി, സ്റ്റേജ് റെഡി, എല്ലാം റെഡി. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം മറന്നു, പെണ്ണിനും ചെക്കനും ഡ്രസ്സ് എടുക്കണ്ടേ. തുടർന്ന് സുധീഷും നിധിയും ഭക്ഷണം കഴിക്കാനായി ഒരു റെസ്റ്റോറന്റിലേക്ക് കയറുകയാണ്. സുധീഷ് പ്രണയത്തോടുകൂടി നിധിയെ തന്നെ നോക്കിയിരിക്കുകയാണ്. ഇത് നിധി ശ്രദ്ധിക്കുന്നില്ല. വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ.